ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അപ്പച്ചട്ടിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് മൊത്തം തുരുമ്പ് വന്നിരിക്കുകയാണ്. ഇപ്പം മൊത്തം തുരുമ്പ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലിരുന്നതാണ്, യൂസ് ചെയ്യാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ നമുക്കിത് ഈ തുരുമ്പൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് തന്നെ നമുക്കിത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. വിറകടുപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ വിറകടുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യണത്. നമ്മൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കാം. മീഡിയം ലെവലിലിട്ടിട്ട് ഒന്ന് ചെറു ചൂടിന് ആക്കിയെടുത്താൽ മതി ദോശക്കല്ല്. കല്ല് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമ്മൾ കല്ലുപ്പ് എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും വിതറി കൊടുക്കുക. അതിനുശേഷം ഒരു നാരങ്ങയെ ഞാൻ മുറിച്ച് രണ്ടാക്കിയിട്ടുണ്ട്. ഒരു പീസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ ഒരു പീസ് ഞാൻ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളൊരു പീസ് നമ്മൾ ഒരു ഫോർക്കിൽ കുത്തിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒഴിക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ വക്കിലും പിടിയിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് ക്ലീൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയും ഉള്ളിയൊക്കെ ചേർന്ന് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. ബാക്കിലും തുരുമ്പൊക്കെ ഉള്ളതൊന്ന് കളയാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് ചൂടാറാൻ നമ്മളൊരു കുറച്ച് നേരം വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ചൂടാറാൻ വയ്ക്കുക. അപ്പോൾ നമ്മളിതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഈ മേളിലുള്ള ഈ സാധനമൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ നല്ല സ്ക്രബ്ബർ നന്നായിട്ട് നമ്മൾ പാത്രം കഴുകണ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കളയാം. ബാക്കിൽ ഇതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് സ്ക്രബ് ചെയ്ത് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വിം ജെല്ല് ഇത്തിരി എടുത്തിട്ട് നമ്മളത് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രം കഴുകണ തന്നെ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് കഴുകുക. ഇതുപോലെ നന്നായിട്ട് കഴുകി രണ്ട് സൈഡ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് തുടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പം തന്നെ നമ്മുടെ തുരുമ്പൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടിപ്പും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ വാഴപ്പിണ്ടി, അതായത് ചെറിയൊരു വാഴയുടെ ഇതെടുത്തിട്ട് നമ്മൾ മുറിച്ചെടുത്തേക്കണതാണ്. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ല അരികും മൂലിയൊക്കെ ചേർത്ത് നന്നായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കുക.
നമ്മൾ ജസ്റ്റ് ഇത് എല്ലായിടത്തും നന്നായിട്ട് പറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നല്ലെണ്ണ എടുത്തിട്ട് എല്ലായിടത്തും സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ലെണ്ണയാണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഇത്തിരി ഒഴിക്കുക. അത് നമ്മളെല്ലായിടത്തും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് എല്ലാം സെറ്റായിട്ടുണ്ട്. വെയിലൊക്കെ കൊണ്ടിട്ട് നന്നായിട്ട് ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ദോശക്കല്ല്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ദോശ നമുക്ക് ചുട്ടു നോക്കാം. ഇപ്പം നമ്മൾ ദോശയൊക്കെ മറിച്ചിടുമ്പോഴാണെങ്കിലും അടിയിലൊന്നും നമ്മളുടെ ദോശ പിടിക്കുന്നില്ല. നല്ല മുരിഞ്ഞ് നല്ല സെറ്റായിട്ട് ഉണ്ട്. നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ദോശ മറിച്ചിടാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ എനിക്കിപ്പോൾ ക്ലാസ് നടക്കുന്നതുകൊണ്ട് എല്ലാ ആഴ്ചയിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമ്മുടെ ചെറിയ ചെറിയ ഷോർട്ടൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ.